ഞങ്ങളുടെ ഗുഡ് മാനേജർ ആയിരിക്കുന്നത്. ഈ ചൂടത്തെ റോഡിൽ നിന്ന് കത്തുന്ന ഒരു സാധനം വണ്ടി റിവ്യൂ ചെയ്യുന്ന സമയത്ത് കൊടുക്കുക. കയ്യൊന്നും കുഴപ്പമില്ലേ? ഹായ്, ടിൻഡൂർസ് എന്നുള്ളത് റോഡിലെ രാജാക്കന്മാരുടെ ഇടയിലാണ്. അതെ, നമ്മൾ എന്നുള്ളത് കാലിക്കറ്റ് കൊടുവള്ളി മണ്ണിൽക്കടുള്ള റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിലാണ്. നമുക്ക് ഇന്ന് കുറച്ച് രാജാക്കന്മാരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. Again, I am again, back again. എന്തൊക്കെ വർത്താനോ? ലുക്കായ എന്താ സാധനം നോട്ടെ. ഇത് മാനേജർമാർക്കുള്ള മാനേജർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഇരിക്കണം. ഞാൻ വന്നെന്താ വെച്ചാല് നമുക്ക് കുറച്ച് വിശേഷങ്ങൾ നമ്മളെ എല്ലാ വണ്ടികളെയും കുറിച്ചും ബേസിക് ആയിട്ടുള്ള EMI കാര്യങ്ങളും മാത്രം പോരാ. നമ്മളെ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യണം, നമ്മളെ വീഡിയോ കണ്ടാല് പക്ക കാര്യങ്ങൾ എന്താ. ഇപ്പൊ ഞാനൊരു വണ്ടി എടുക്കാൻ വരുന്ന ഒരാള്, എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ടാവും. അത് എനിക്ക് മാത്രം ഉണ്ടാവുന്ന സംശയങ്ങളാണ് അല്ലെ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത്, സർവീസ് ഉണ്ടാവുമോ, സർവീസ് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ കസ്റ്റമർക്ക് എന്ത് ചെയ്യണം, എല്ലാ കാര്യവും ഏകദേശം മനസ്സിലാവും. ഒറ്റ ഇതില്. പിന്നെ നിങ്ങളടുത്ത് വന്ന് IP തന്ന് വണ്ടി ബുക്ക് ചെയ്യാനേ പാടുള്ളൂ. ആ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യാം. യെസ്, ഓക്കെ, സെറ്റ് അല്ലേ? കയറി വന്നപ്പോൾ രണ്ട് വണ്ടി ഒരേപോലെ രണ്ട് വണ്ടി ഉണ്ട്. ഏതാ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റാൻഡേർഡ് ആണോ, അല്ലെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ബുള്ളറ്റ് ആണോ? അത് തന്നെ ആദ്യം ക്ലിയർ ചെയ്തിടാം. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒറ്റ വേരിയന്റ് മാത്രം. നമ്മളിപ്പോ എൻഫീൽഡ് എന്നല്ല, പുറത്തുനിന്ന് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്താ വിചാരിക്കുക, ഒരു ബുള്ളറ്റ് ഉണ്ട്. ഇപ്പൊ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റിലെ ഒറ്റ വേരിയന്റ് മാത്രമാണ് സ്റ്റാൻഡേർഡ്. ഇതിപ്പോ റോയൽ എൻഫീൽഡ് അല്ല, ബുള്ളറ്റിന്റെ ഷോറൂം എന്നും പറയും. അത് നമ്മൾ പണ്ട് തൊട്ടേ ബുള്ളറ്റ് ആണ് റോയൽ എൻഫീൽഡ് ഒരു കൺസെപ്റ്റിൽ വരുന്നത്. അതാണ്. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയാണ് സ്റ്റാൻഡേർഡ്. അത് ബറ്റാലിയൻ ബ്ലാക്ക് ആണ്. ഇവര് കാണുമ്പോൾ ഒരേപോലെ തന്നെ ആയിരിക്കും വരിക. സ്പെക്കിലുള്ള കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. അത് ഇത് കുറച്ച് മോഡേൺ ആയിട്ടാണ് വരുന്നത്. നമുക്ക് വണ്ടി എടുത്തേക്കുന്നാലോ ഈസി ആയിട്ട്. എന്നുവെച്ചാല് ഒരു പഴയ സ്റ്റാൻഡേർഡ്, ഞാൻ ഒരു ഒറ്റ സംശയം, നമ്മളെ പണ്ടത്തെ ആൾക്കാരുടെ ഇടയിൽ വണ്ടിക്ക് ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഒരു പൊട്ടണ വണ്ടി എന്നുള്ളൊരു സംഭവമാണ്. ഇപ്പൊ നിങ്ങളുണ്ടോ, പൊട്ടിക്കും നിങ്ങള് ഈ മേളിലേക്ക് ഗൺ നമ്മളെ സ്റ്റോക്കുള്ള കണ്ടീഷനിൽ നമുക്ക് പൊട്ടുണ്ടാവില്ല. ഒരു മിതമായ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നമ്മള് റൂൾ പ്രകാരം അനുവദനീയമായ സൗണ്ടിലാണ് വണ്ടി ഇറക്കുന്നത്. ഇത് വേണം നിങ്ങൾക്ക് എക്സോസ്റ്റ് കാര്യങ്ങൾ മാറ്റി കഴിഞ്ഞാൽ ഈ അത് നമുക്ക് നിയമം നിങ്ങളുടെ താല്പര്യമാണ്. നിയമം അനുവദിക്കുവോ? അനുവദിക്കില്ല. ചില താല്പര്യങ്ങൾ അനുവദിക്കുമല്ലോ. അതാണ് എല്ലാം അങ്ങനെ അനുവദിക്കാൻ പാടില്ല. അതാണ്. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബുള്ളറ്റിനെ കുറച്ചുകൂടി നമ്മൾ മോഡേൺ സ്പെക്ക് ആക്കി ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ. ഈ സ്റ്റാൻഡേർഡ് വേരിയന്റ് ഫുൾ FI ആണല്ലോ. പരിപാടി കഴിഞ്ഞു. 19 തീർന്നു. അലക്സ 26 ഞാൻ ചോദിക്കാം. കുറച്ച് വണ്ടികളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ. അത് കാർബറേറ്റർ വണ്ടിക്ക് മാർക്കറ്റ് അല്ലേ? നല്ല മാർക്കറ്റ് അല്ലേ? അതാ ചോദിക്കാൻ കാരണം, കാർബറേറ്റർ ഉണ്ടോ എന്നുള്ളത്. കാർബറേറ്റർ വണ്ടിക്ക് മാർക്കറ്റ് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ FI ആയി കഴിഞ്ഞാല് ബാറ്ററിനെ സപ്പോർട്ട് ആവും. FI സിസ്റ്റം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ ആണ് കംപ്ലീറ്റ് മാനുവൽ ആയിട്ടുള്ള പരിപാടിയാണ്. ബാറ്ററിനെ വേണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഈക്കോട് സ്റ്റാർട്ടാക്കി ഇറക്കി പോരാൻ. അപ്പൊ ഇതിന് കിക്കർ ഉണ്ടാവില്ല, കാരണം ഇത് J സീരീസ് പ്ലാറ്റ്ഫോമിൽ വരുന്ന എഞ്ചിൻ ആയതുകൊണ്ട് ഇതിന് കിക്കറും പരിപാടി ഉണ്ടാവില്ല. അങ്ങനെ വരുള്ളൂ. ഇനിയിപ്പോ അതോ അതിന് കിക്കർ വെച്ചിട്ടും കാര്യമില്ല. ബാറ്ററി ഇറങ്ങി പോയി കഴിഞ്ഞാൽ കിക്കർ വെച്ചിട്ട് കാര്യമില്ല. FI സിസ്റ്റം വർക്ക് ചെയ്യില്ല. നമ്മൾ വെറുതെ കിക്കർ അടിക്കുള്ളൂ. അതൊരു ഒണ്ടത്തനാണ്. അതിനാവശ്യം വരുന്നില്ല. ഈ ഒരു ഇതിലേക്ക് വരുമ്പോഴേ മൈലേജ് കൂടുന്നുണ്ടോ? ഒരു കുറച്ച് അപ്ഡേഷൻ ആയിട്ട് നമ്മൾ FI കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുന്ന സമയത്ത് ഏകദേശം വണ്ടിക്ക് ഒരു 32-42 ആ റേഞ്ചിലേക്ക് മൈലേജ് കിട്ടി വരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പറയാൻ കാരണം റോയൽ എൻഫീൽഡ് ഒരിക്കലും മൈലേജ് ക്ലെയിം ചെയ്യില്ല. മൈലേജ് നമ്മളോട് പറയാറുള്ളത് സർവീസിന് റിപ്പോർട്ട് നോക്കിയിട്ട് ചെയ്യണം. അതായത് സർവീസിന് നമ്മൾ വണ്ടി ഇപ്പം അലക്സ് വണ്ടി എടുത്ത് ഡെലിവറി എടുത്ത് പോയി ഫസ്റ്റ് സർവീസിന് വന്നാലും നമ്മളോട് സംസാരിച്ച് എന്താ സ്ഥിതി, വണ്ടി ഓക്കെ ആണോ? ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വണ്ടി എടുക്കാൻ വരുമ്പോൾ പറഞ്ഞ പോലെ തന്നെയാണോ വണ്ടി ഇപ്പം പെരുമാറുന്നത്, ഫീൽ ചെയ്യുന്നത്. അപ്പൊ എത്ര മൈലേജ് ഇപ്പൊ കിട്ടിയത്?
ഇപ്പോൾ സെക്കൻഡ് സർവീസ് വരുമ്പോൾ എത്ര മൈലേജ് കിട്ടുമ്പോൾ ഓക്കെ ആണോ? അപ്പോൾ ആ മൈലേജിന്റെ ഒരു വേരിയേഷൻ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ റേറ്റ് ഒന്ന് പറയോ? ഇതും അത് നമ്മളുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ കളറിൽ മാത്രമാണ് വരുന്നത്? ഇതിൽ ചെറിയ ചെറിയ സ്പെക്കിൽ വ്യത്യാസം വരുന്നുണ്ട്. സ്പെക്കിലും വ്യത്യാസം വരുന്നത്. അത് ഞാൻ കമ്പയർ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഏതൊക്കെയാണ് മാറ്റം വരുന്നത്. ഓക്കെ, നമുക്ക് വേറെ അടുത്ത അതേതാ മോഡൽ വരുന്നത്? ക്ലാസിക്കോ? അത് ക്ലാസിക് ആണ്. ക്ലാസിക് എന്നാണ് പറയാ. ഇത് ക്ലാസിക് തന്നെയാണ്. 350 ആണ്. അപ്പം ഇതിന്റെ മാറ്റങ്ങൾ എന്താ വരിക? ഇതും 350 എഞ്ചിനാണ്. 350 ഇത് കോമൺ ആയിട്ട് ഒരു എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ പവർ ഔട്ട് കാര്യങ്ങളൊക്കെ സിമിലർ ആണ്. ഓക്കെ, പിന്നെ എസ്തെറ്റിക്സ് ഉള്ള വ്യത്യാസമാണ് ക്ലാസിക്കിന്റെ മെയിൻ ആയിട്ട്. ഓക്കെ, ഇത് കുറച്ചുകൂടി ഒരു ക്ലാസിക് ബുള്ളറ്റിന് ക്ലാസിക്കിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പ്രീമിയം എന്നുള്ള നിലയ്ക്കാണ് വരിക. ക്ലാസിക് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് പറഞ്ഞാൽ ഡ്യുവൽ സീറ്റ് ആണ് വരിക. ഈ സ്പ്ലിറ്റഡ് സീറ്റ് വേണമെങ്കിൽ ഈ സീറ്റ് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് സിംഗിൾ സീറ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും ഈ വണ്ടി ലീഗലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, സിംഗിൾ സീറ്റ് ആയിട്ട്. പക്ഷെ ബുള്ളറ്റിന് എങ്ങനെ ചെയ്താലും ലീഗൽ അല്ല, അത് ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ റേറ്റിൽ ഒരു വ്യത്യാസം വരും. ഏകദേശം നമുക്ക് ബുള്ളറ്റ് ഒക്കെ വരാന്നുണ്ടെങ്കിൽ ഒരു 2,01,000 വണ്ടി എടുക്കാൻ പറ്റും. അത് നേരത്തെ പറഞ്ഞു. ഇതാകുമ്പോൾ 2,23,000 ആദ്യം കാണും. ഓക്കെ, സ്റ്റാർട്ടിംഗ് തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ ഈ കളറിനല്ല കേട്ടോ, ഞാൻ പറഞ്ഞ ബേസ് ആണ്. ബേസ് കളർ മൈലേജ് ഒക്കെ സിമിലർ. ഞാൻ പറഞ്ഞല്ലേ ഈ കാണുന്ന ഈ എസ്തെറ്റിക്സ് കാണുന്ന വ്യത്യാസം മാത്രമേ ക്ലാസിക്കിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ ഇപ്പൊ ഇതിൽ 2 വണ്ടി ഇറക്കണം, നമുക്ക് ഏകദേശം എത്ര IP കാണണം? അത് ഒന്നാമത് കസ്റ്റമർ ട്രാക്ക് നോക്കിയിട്ട് സിബിലും കാര്യങ്ങൾ നോക്കി. അതല്ല നമ്മൾ കൂടുതലായിട്ട് ഇറക്കി വരുന്ന ഒരു 20-25 ആ റേഞ്ച് ഇറക്കുന്നുണ്ട്. ഇനി അതിൽ ലോ ആയിട്ട് ആക്കി ചെയ്യണമെങ്കിലും 0 ഡൗൺ പേയ്മെന്റ് ആക്കി ചെയ്യാനും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. സീറോയിൽ ചെയ്യാൻ പറ്റുമോ? സീറോയിലും ചെയ്യാൻ പറ്റും, ഓപ്ഷൻ ആണ്. ഉറപ്പാണോ? സീറോ ഞാൻ പറയാൻ പോവാണ്. സീറോ ഡയറക്റ്റ് പറഞ്ഞു, അത് നമ്മൾ ട്രാക്ക് നോക്കിയിട്ട് നോക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 0 ഡൗൺ പേയ്മെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം? റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റുകൾ ഷോറൂമിൽ നിന്ന് ഇറക്കാൻ കഴിയും. പക്ഷെ അതിനവർ പറഞ്ഞ പോലെ സിബിലും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതാണ്. 0 അതാണ് ഹൈലൈറ്റ്. പിന്നെ നമുക്ക് അടുത്ത ഒരു വണ്ടി ഇപ്പൊ ഏതാളുള്ളത്? നമ്മൾ ഇത് ഇന്ന് ഡെലിവറി കൊടുക്കാനുള്ള വണ്ടിയാണോ? ഞാൻ ഇന്ന് റിവീൽ ചെയ്താൽ പ്രശ്നം ഉണ്ടാവോ? കസ്റ്റമർ പുറത്തുണ്ട്. ഓക്കെ, എന്നാ പോട്ടെ. കസ്റ്റമർ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അല്ലേ? അപ്പം അതേതാ? ഹിമാലയന്റെ ടോപ്പ് വേരിയന്റിന്റെ തൊട്ട് താഴെയുള്ള ബ്ലാക്ക്. ഓക്കെ, അതിലേക്ക് വരുമ്പോ സെയിം ആണോ അല്ലെങ്കിൽ അതിന്റെ 650 cc ആണോ? 450. ഓക്കെ, ഇതില് നമ്മൾ ആ 350 cc വരുമ്പോ ആ സെക്കൻഡിന്റെ എഞ്ചിന് കാര്യങ്ങളൊക്കെ മാറിയിട്ട് കുറച്ചുകൂടി ഒരു സ്പോർട്ടി ആണോ അല്ലെങ്കിൽ ഓഫ് റോഡിനാണോ വണ്ടി ചെയ്യുന്നത്? ഓക്കെ, അത് ഞാൻ ക്ലിയർ ആക്കി തരാം. ഇത് സ്പോർട്ടി പർപ്പസ് അല്ല, ഇതൊരു അഡ്വഞ്ചർ ടൂറർ ആണ് വണ്ടി. ഓക്കെ, ഇതൊരു പക്ക ഓഫ് റോഡർ മോട്ടോർ സൈക്കിളും അല്ല. ഇതിന്റെ പർപ്പസ് പറഞ്ഞാൽ ടൂറിങ്ങും കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓഫ് അതായത് പിന്നെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ബിൽഡ് ഫോർ നോ റോഡ്സ് ആൻഡ് ഓൺ റോഡ്സ് എന്ന്. ഇപ്പൊ റോഡിൽ ഓടിക്കാനാണെങ്കിലും ഓക്കെ, ഓഫ് റോഡ് ആണെങ്കിലും വണ്ടി എങ്ങനെയും ഓക്കെ, ഏത് ടെറൈനിലും വണ്ടി ഓക്കെ. അപ്പം ലോങ് ടൂറിംഗ് ഒക്കെ ആണെങ്കിൽ K2K ഒക്കെ അടിക്കുകയാണെങ്കിൽ ഈ വണ്ടി ആപ്റ്റാ. ഏത് ടെറൈനും വണ്ടി എടുത്ത് പോയിക്കോളും, ഒരു ഇഷ്യൂസും ഇല്ല. റൈഡിങ് കംഫർട്ട്. മൈലേജ് വരുമ്പോൾ അത് കുറച്ചുകൂടി നേരത്തെ ചോദ്യം പറയാം, സ്പോർട്ടില്ല, കുറച്ചുകൂടി ഒരു പെർഫോമൻസിന് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്, മോട്ടോർ സൈക്കിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് മൈലേജും മാറ്റം വരും. ഒരു ഏകദേശം ഒരു 30-32 വരെ മാക്സിമം കണ്ടാൽ മതി. അതിന്റെ ഉള്ളിലേക്ക് ഞാനിത് 35-40 കിട്ടുന്ന നടക്കണ കാര്യമില്ല. ഒരു 28-30 പെർഫോമൻസ് പെർഫോമൻസ് ഓക്കെ, അപ്പം കുറച്ച് കുറയും. പെർഫോമൻസ് ഓക്കെ, റൈഡിങ് കംഫർട്ട് ഓക്കെ. ഇത് നമുക്ക് എത്ര IP ഉണ്ട്? അതും ഞാൻ പറഞ്ഞ ട്രാക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും കുറഞ്ഞത് 0 തന്നെ ചെയ്യാൻ പറ്റുമോ? 0 ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നോക്കാം. 5000 10,000 അതും പറ്റൂല. ഒരു 25 നോക്കിയിട്ട് ഒരു 25-നെങ്കിലും ചെയ്യാൻ പറ്റും ഒരു കസ്റ്റമർ. ഓക്കെ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ. പിന്നെ ഇതിന്റെ സർവീസുകൾ ഓൾ കേരള നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് വണ്ടി എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ഓൾ ഇന്ത്യ ഏത് പോയിന്റ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് അവിടെ ചെയ്യാൻ പറ്റില്ല, മറ്റേ ഡീലർഷിപ്പ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എൻഫീൽഡ് പറയാൻ പറ്റില്ല. നമ്മളിപ്പോ റൺ ചെയ്യാൻ ഇപ്പം കാശ്മീർ പോവാണെങ്കിലൊക്കെ അവിടെ നമുക്ക് എവിടെ പോരാത്തതിന് RS സൗകര്യം ഉണ്ട്. അതിപ്പോ എല്ലാ വണ്ടി ഇറക്കുമ്പോൾ 1 ഇയറിലേക്ക് RS ചെയ്യുന്നുണ്ടാവും. അത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ RS എന്ന് പറഞ്ഞാൽ റോഡ് സൈഡ് അസിസ്റ്റന്റ് ഓൾ ഇന്ത്യ എനി ലൊക്കേഷൻ വരെ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, അതിപ്പോ റൈഡ് ആണെങ്കിൽ ഇപ്പൊ ഫ്യൂവൽ തന്നെ തീർന്നു പോയി കഴിഞ്ഞാൽ അടുത്ത് പമ്പൊന്നുമില്ല, ഇവരെ എത്തിച്ചേരും. 5 ലിറ്റർ ഫ്യൂവൽ എത്തിച്ചേരും. ആ ഫ്യൂവലിന്റെ ക്യാഷ് മാത്രം കൊടുത്താൽ മതി, സർവീസ് കോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഏകദേശം നമ്മള് വെറുതെ നമ്മളുള്ള വണ്ടികളെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഏകദേശം കസ്റ്റമേഴ്സിന് അല്ലെ വ്യൂവേഴ്സിനുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നമ്പർ കൊടുക്കാം. എന്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചോട്ടെ. എനി ഡൗട്ട് എന്തുണ്ടെങ്കിൽ സോൾവ്. ലൊക്കേഷൻ കൊടുക്കും. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കൊടുവള്ളി മണ്ണിൽക്കടവ് താമരശ്ശേരി റോഡില് വാവാട് എത്തണ്ട തൊട്ടടുത്തുള്ള. ഓക്കെ, നമ്പർ കൊടുക്കട്ടെ? ധൈര്യത്തില്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? കസ്റ്റമറുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.
അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കൂടുതൽ അതായത് നമുക്ക് കൂടുതൽ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിൽ കുറച്ച് വണ്ടികൾ കുറവുണ്ട്. എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്റർ കാര്യങ്ങൾ അതുപോലത്തെ ഏതെങ്കിലും വണ്ടികളെ കുറിച്ചും അത് ഇവിടുത്തെ മറ്റു വണ്ടികളെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് അറിയാണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ നമ്പർ കൊടുക്കും, ചുവടെ ചേർക്കും, കോൺടാക്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.